ഏറ്റവും വലിയ ഹാപ്പിനെസ് മണിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് മെച്യൂരിറ്റി എന്നുള്ള ഒരു കോട്ട് വായി. ഞാനൊരു റീൽ എടുക്കാനുള്ള പരിപാടിയായിരുന്നു. കുറേ നേരമായിട്ടൊരു കണ്ടന്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഷിംചിത കാണാനില്ല എന്നുള്ളതാണ് അറിവ്. അതായത് ഒളിവിലാണ്, ഒളിച്ചോടിപ്പോയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അതിനോടൊപ്പം ഗൾഫിലോട്ട് കടന്നു കളഞ്ഞു, ദുബായിലേക്ക് കടന്നു കളഞ്ഞു എന്നുള്ള വാർത്തകളും വരുന്നു. അതായത് അവളുടെ നാട്ടില് ഒരു മെമ്പറായി ജയിച്ചതിന് ശേഷം അവിടെ രാജിക്കത്ത് പോലും കൊടുക്കാതെ നേരെ ഗൾഫിൽ പോയി ജോലി ചെയ്യക്കമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പൊതുവെ പറയുന്നത് അവളെ കുറിച്ച്. പറഞ്ഞല്ലോ, അതുമല്ല വീഡിയോയിൽ വരുമ്പോൾ മാത്രം തട്ടം, അല്ലാതെ മറ്റുള്ളിടത്ത് പോകുമ്പോൾ തട്ടവും കുട്ടമൊന്നുമില്ല, അവള് പൂണ്ട് വിളയാട്ടമാണ് എന്നുള്ളതാണ്. ഇനി ഇവൾ ഈ പറഞ്ഞതുപോലെ എന്താണ് ദുബായിൽ പോയി മുങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കതിൽ അത്ര വിശ്വാസമൊന്നും പോരാ, ഇല്ല. ഇവള് ഇവിടെ തന്നെ അവരുടെ ബന്ധുക്കളോ അവരുടെ കൂട്ടുകാരിയോടോ എവിടെ മുങ്ങി നിൽക്കുകയാണ്. അതുമല്ല എന്താണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കേസ് എന്ന് പറയുന്നത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, മനസ്സിലായോ? ബെയില് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അത് ഒരൊറ്റ ദിവസം കൊണ്ട് അവൾ ടിക്കറ്റും എടുത്തങ്ങ് ദുബായി പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നും അതിനോടൊപ്പം തന്നെ ഇന്ന് തന്നെ ഇവൾ അറസ്റ്റിലാവുമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നോ നാളെയോ ഒക്കെ ഇന്ന് തന്നെ ഇവൾ ഉള്ളയിലാകും എന്നുള്ളതും നമുക്ക് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി ഈ പറയുന്ന ഷിംചിത ആരാണ് എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് ഇവൾ ഈ റീല് പിടിച്ചത്, ഇവളുടെ ഉദ്ദേശം എന്താണ്, അതിനെക്കുറിച്ചും, അതുമല്ല ഇവളുടെ ഈ പറയുന്ന വീഡിയോ പബ്ലിക്കിൽ പബ്ലിഷ് ആയത് എന്താണ്, എഡിറ്റഡ് ആണ് അല്ലേ? ഇത് കംപ്ലീറ്റ് എഡിറ്റഡ് ആണ്. ഈ ഒരു ആംഗിൾ, ഈ ഒരു അങ്ങനെ പല ആംഗിളുകൾ മാറിയാണ് ഈ ശവന്തി ഇനി എന്ത് ചെയ്തു, ഈ ഒരു സാധനം എഡിറ്റ് ചെയ്ത് ഇട്ടത് എന്നുള്ളതാണ്. ഇവൾ എന്തുകൊണ്ട് അത് എഡിറ്റ് ചെയ്ത് ഇട്ടു എന്നുള്ളതും അതും തന്നെ ഇവളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇതിന്റെ ഒരു ഫുൾ വെർഷൻ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ കിട്ടണം. എന്നാലേ ഇവളെ കയറിയ തൊട്ട്, കാരണം അയാള് ബാക്കിൽ ഇയാള് ഫ്രണ്ടിലാണ്, അതൊക്കെ കണ്ടല്ലോ. അപ്പം ആ ഒരു വെർഷൻ കിട്ടണം. അതും കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സിനകത്ത് എന്താണ് ഈ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ദൃശ്യങ്ങളും കൂടി എടുത്താലും അറിയാൻ പറ്റും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കും. ഇനി ഇവള് ഈ പറയുന്ന ഷിംചിത അവളുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കുറച്ച് വീഡിയോസ് നമുക്കിവിടെ കാണാം. ആദ്യത്തെ ഒരു വീഡിയോ കണ്ടോളൂ. പോകുന്നത് പിന്നെ ഞാനൊരു റീൽ എടുക്കാനുള്ള പരിപാടിയായിരുന്നു. കുറേ നേരമായിട്ടൊരു കണ്ടന്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. സമയം പോയത് അറിഞ്ഞില്ല. എത്ര പെട്ടെന്നാലേ സമയം പോകുന്നത്. പിന്നെ മനസ്സിലായി എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത്. ഞാനൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിരിക്കുകയായിരുന്നു. അതായത് ഇവളുടെ സ്ഥിര പരിപാടി എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാം, കണ്ടന്റ് എത്ര ആലോചിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല, ആലോചിച്ച് സമയം പോയി എന്ന് പറയുന്നത്. അതായത് ഇവളുടെ സ്ഥിര പരിപാടിയാണിത്. ഏതെങ്കിലും വൈറലായ എന്തെങ്കിലും ഒരു റീൽ എടുക്കണം, അതിനെ കണ്ടന്റ് തപ്പണം. അതുമല്ല ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവൾ ഈ പറയുന്ന ഷിംചിത എന്ന് പറയുന്ന നരഭോജി ഒരിക്കലും അങ്ങനെ ബസ്സിലൊന്നും യാത്ര ചെയ്യുന്നവളല്ല, മനസ്സിലായി? എപ്പോഴും അവൾക്ക് ടൂ വീലർ തേങ്ങയൊക്കെ ഉണ്ട്, അതിനകത്തേക്കാണ്, അല്ലെങ്കിൽ കാറൊക്കെ ഉണ്ട്, അതിനകത്തേക്കാണ് ഇവള് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്നവളല്ല. അപ്പൊ ഇതിനകത്ത് ഇവൾ ഈ എന്താണ് ഒരു റീൽ എന്ത് കണ്ടന്റ് തപ്പും എന്നുള്ളത് ഇവളിങ്ങനെ ആലോചിച്ചത്. അതായത് കണ്ടന്റ് ഡെയിലി വൈറലാകാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള കണ്ടന്റ് ഇടാം എന്ന് തിരക്കി നടക്കുന്ന ഒരു ജന്തുവാണിത്. അപ്പോൾ അന്ന് ഇവൾ എന്തിനാ ബസ്സിനകത്ത് കയറി, എന്ത് ചേതോ വികാരത്തിലാണ് അന്ന് ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് ഇവള് തീരുമാനിച്ചത്, മനസ്സിലായോ? അത് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇവള് ഈ ബസ്സിനകത്ത് അന്ന് യാത്ര ചെയ്തു എന്നുള്ളത്. അതുമല്ല അടുത്ത ഇവളുടെ മനസ്സിൽ ഇപ്പൊ പറയുന്ന മറ്റൊരു കേസുണ്ട്. ഏറ്റവും വലിയ ഹാപ്പിനെസ് മണിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് മെച്യൂരിറ്റി എന്നുള്ള ഒരു കോട്ട് വായിച്ചു ഞാൻ. പണ്ടാണെങ്കിൽ ഞാൻ ഇതിനെ കംപ്ലീറ്റ്ലി ഡിസഗ്രി ചെയ്തേനെ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്ത് പ്രശ്നങ്ങളും, ഈവൻ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പോലും കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരും. പക്ഷെ ഈ മണി കൊടുത്താലുണ്ടല്ലോ, മണി നമ്മളെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മളെ കൂടെ ഉണ്ടാവും. ഈവൻ സ്നേഹം പോലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? വലിയ അത്ഭുതമൊന്നുമില്ല. ഇവൾ ഇതല്ല ഇതിന്റെ അപ്പുറം. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളത് മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞത്, റീലെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി സ്വന്തം മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞു. പണമാണ് എല്ലാത്തിനും വലുത്, പണം ഉണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ളതാണ്, മനസ്സിലായി? അതായത് ഇവളുടെ ബന്ധം ഭർത്താവ് കളഞ്ഞിട്ട് പോയില്ല, കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ട് ഭർത്താവ് കളഞ്ഞിട്ട് പോയി. അതുകൊണ്ട് ഒരു റിലേഷൻ പോയാലും കുഴപ്പമില്ല, പണം കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലും നമുക്ക് റെസ്പെക്ട് അല്ലെങ്കിൽ എന്താണ് പിടിച്ചു പറ്റാം, നമുക്ക് ജീവിക്കാം എന്നാണ് ഇവള് പറയുന്നത്. മനസ്സിലായോ?
പണം നിന്റെ കയ്യിൽ കുറെ ഉണ്ടല്ലോ, ഒരാൾ മരിച്ചു, എന്തും നേടാമെന്നല്ലേ നീ പറയുന്നത്. ആ നേടിയത് നിനക്ക് അയാളെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റോ? ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കേട്ടോ. ആ ഒരു അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം മറ്റേ പുള്ളി 45,000 രൂപ എന്താണ് ഈ പറയുന്ന ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചിട്ടാണ് ഈ പുള്ളി തൂങ്ങി മരിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അയാളെ കയ്യിലും പണമുണ്ട്, ഒന്നാമത്തെ കേസ്. എന്തിന് ഈ 45,000 രൂപ ബാങ്കിൽ നിന്ന് എടുത്ത് പുള്ളി ഇതിനകത്ത് കൊണ്ടുവച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പുള്ളി ഇത് നേരത്തെ തീരുമാനിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് എന്റെ മരണശേഷം എന്തായാലും മരണാനന്തര ചടങ്ങുകൾ നടത്തണമല്ലോ, അപ്പൊ അതിനുള്ള ക്യാഷിന് വേണ്ടിയിട്ടാണോ ഈ പുള്ളി വെറുതെ ആ ബാങ്കിൽ നിന്ന് 45,000 രൂപ എടുത്ത് വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചത് എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എവള് റീലിന് വേണ്ടി എങ്ങനെ റീൽ എടുക്കാം എന്ന് തിരക്കി നടക്കുന്നു. കണ്ടന്റിന് വേണ്ടി എന്ത് കണ്ടന്റ് എടുക്കാം എന്നതിനെ കുറിച്ച് തിരക്കി നടക്കുന്ന വീഡിയോ പിന്നീട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുമല്ല എന്താണ് പണമാണ് എല്ലാത്തിനും. പണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും എന്ത് നെറികെട്ട ആരെങ്കിലും കൊന്നിട്ട് വേണമെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി. ആ പണം ഉണ്ടെങ്കിൽ ഏതു പരിതസ്ഥിതിയിൽ നിന്നും നമ്മളെ ആ പണം രക്ഷിക്കും എന്നാണ് ഇവള് പറഞ്ഞത്. മനസ്സിലായോ? ഇപ്പൊ ആ പണത്തിന്റെ ഹുങ്ക് കൊണ്ടായിരിക്കും നേരെ ഇപ്പൊ ഒളിച്ചൊളിച്ച് നടക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇവള് ആ ഇട്ട ഒരു വീഡിയോയില് ഇവൾ ഇത് മനഃപൂർവ്വം, എനിക്ക് തോന്നാൻ, ഞാൻ പറഞ്ഞില്ലേ, ഇവള് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ടത് അപ്സ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവള് കൊണ്ടുവന്ന് തുടങ്ങി, അവള് റീച്ചായി, അവളുടെ ആ ഒരു റീലിന് മില്യൺസ് ഓഫ് വ്യൂസ് വന്നു. അത് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം ഈ പറയുന്ന ബസ് ട്രെൻഡാണ്. ബസ്സിൽ കയറി എൻ്റെ മുലയോ മൂടോ എവിടെയെങ്കിലും കൊണ്ട് ഉരച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വൈറലാവാൻ വേറെ ഒന്നും വേണം. അതാണ് അപ്സ കഴിഞ്ഞ് 2 ദിവസത്തിനകത്താണ് ഇവളുടെ ഒരു വീഡിയോ. അപ്പോൾ ഒരിക്കലും ഈ പറയുന്ന ബസ്സിൽ അങ്ങനെ യാത്ര ചെയ്യാത്തവൾ അന്ന് ബസ്സിൽ എന്തിനു യാത്ര ചെയ്തു എന്നുള്ളതാണ്. അതുമല്ല ഇവളെന്താണ് ഈ പറയുന്ന ഇവള് വൈറലാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറയാനുള്ള കാരണം, ഇവള് സെൽഫിയാണ് എടുത്ത് ഓൺ ആക്കി വെച്ചിട്ടാണ് ഇവള് ക്യാമറ എടുത്തത്. എന്നിട്ടാണ് പറയുന്നത് എന്റെ തൊട്ട് ബാക്കില് ഏതോ ഒരു പെണ്ണിന് ഈ പറയുന്ന മരിച്ചുപോയ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ലൈംഗികപരമായിട്ട് തൊടുന്നുണ്ട്, അല്ലെങ്കിൽ അവൾ അൺകംഫർട്ടബിൾ ആയി നിന്നു എന്ന് എനിക്ക് തോന്നി എന്നുള്ളതാണ്. ഒരേ ഒരു ചോദ്യം, നീ എന്തുകൊണ്ട് സെൽഫി അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നീ പിന്നെ ക്യാമറ വെച്ച് അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുത്തില്ല എന്നുള്ളത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതല്ലോ, നിനക്ക് ഇങ്ങനെ വെച്ച് എടുക്കുമ്പോഴേ നിന്റെ മുഖം കാണത്തുള്ളൂ, എങ്കിൽ മാത്രമേ നീ വൈറൽ ആവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ സംഭവത്തിലേക്ക് കിട്ടും. നീ ആരാണെന്ന് മനുഷ്യരല്ല. അപ്പൊ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നീ വന്നതാണ്. നിന്റെ മുഖം കാണണം, അതും ഫിൽട്ടർ ഇട്ട് കാണണം, കാരണം ചന്തമായിട്ടൊക്കെ ഇരിക്കണം എന്നുള്ളത്. രണ്ടാമത്തെ നീ അവസാനം ആ മനുഷ്യൻ പുറത്തേക്ക് ബസ് ബെല്ലടിച്ചു പുറത്തേക്ക് ഇറങ്ങാൻ പോണ സമയത്ത് നീ ഇതാ ഇങ്ങനെ നിന്നാണ് ഈ പറയുന്ന എന്താണ് ചെയ്യുന്നത്, നീ ആ ഒരു വീഡിയോ എടുക്കുന്നത്. അതായത് നിന്റെ ഫ്രണ്ടിലൊന്നും ആളില്ല, ഒരുപാട് സ്ഥലമുണ്ട്, നിനക്ക് വേണമെങ്കിൽ കുറച്ചങ്ങോട്ട് മാറി നിൽക്കാമായിരുന്നു. അതൊന്ന്. രണ്ടാമത് പുള്ളി തിരിഞ്ഞു പോവുകയാണ്. പുള്ളി ഇങ്ങനെയും നീ ഇങ്ങനെയാണ് നിൽക്കുന്നത്, മനസ്സിലായി? എന്നിട്ട് നീ ചരിഞ്ഞ് നിന്റെ തോളെടുത്ത് മാറ്റി തന്റെ മാറിടം അവന്റെ കൈ മുട്ട് കൊള്ളണം എന്നുള്ള രീതിയിൽ നീ നിൽക്കുന്നതും, ആദ്യം മുട്ട് കൊള്ളാതിരുന്നപ്പോൾ നിന്റെ മുഖത്ത് വന്ന ആ ഒരു ഭാവ വ്യത്യാസവും അപ്പൊ അതൊക്കെ തോള് മാറ്റി കൊടുത്തപ്പോൾ അയാളുടെ കൈ വന്ന് നിന്റെ മാറിൽ തൊട്ടപ്പോ അപ്പൊ നിനക്ക് ഉണ്ടായ ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അപ്പൊ നിനക്ക് ഉണ്ടായ ആ ഒരു ചിരി ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും. നീ ഇത് കുത്തിയിരുന്ന് ആലോചിച്ച് എങ്ങനെ ട്രെൻഡ് ആവാം എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മനഃപൂർവ്വം കയറി അയാളെ കുടുക്കിയതാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? അതിന് ഒരു സംശയവും വേണ്ട. കുറെ ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന പട്ടീര വില പോലും ഇല്ലാത്ത കുറെ നാറികൾ വന്നിരുന്ന് ഈ പറയുന്ന ലെവലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തന്തയാര് പെണ്ണാണോ ആണ് അതൊക്കെ അങ്ങ് വിട്. അങ്ങനെയുള്ള കുറെ പരനാറികൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ അതൊന്നും ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ ഇവളുടെ ഈ പറയുന്ന ക്യാമറ, ഇവളുടെ ആ ഷൂട്ട് ചെയ്ത ഫോൺ ഉണ്ടല്ലോ, ആ ഫോൺ തിരിച്ചു കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് എന്താണ് ആക്ച്വലി നടന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഒരു 3-4 പ്രാവശ്യം പല പിന്നെ ആംഗിളിൽ നിന്ന് എഡിറ്റ് ചെയ്താണ് അതിട്ടത്. ആ സാധനം കിട്ടുമ്പോൾ അറിയാം ഇവിടെ എന്തുമാത്രം ദൂരെ നിന്നതാണെന്ന്. ആ സാധനം കിട്ടിയില്ല. ഈ ഒരു സാധനത്തിനെ കൊണ്ട് ആദ്യം ഇങ്ങനെ നിന്ന് എടുക്കുന്നു, അപ്പൊ വളരെ ദൂരമാണ്, പിന്നീട് ഇങ്ങനെ നിന്നെടുക്കുന്നു, പിന്നെ ഇങ്ങനെ നിന്നെടുക്കുന്നു. അതായത് എങ്ങനെ മാനോ ഉണ്ടാടി, സ്വന്തം മാരടം കൊണ്ട് വല്ല അന്യപുരുഷന്റെ മറ്റേ മുട്ടിലോട്ട് കൊണ്ട് കയറ്റി വെച്ചിട്ട് അതിനെ വീഡിയോ എടുത്ത് കിണിച്ചിട്ടിട്ട് അതിനെ റീച്ച് ഉണ്ടാക്കി ആ പണം വെച്ച്
ജീവിക്കാമെന്ന് ചിന്തിക്കുന്നത് നിന്നെയൊക്കെ പോലുള്ളവളെ എന്ത് പേരിട്ട് വിളിക്കണം? ഇനി അടുത്തൊരു വാർത്തയും കൂടി കേൾക്കാം. അക്കൗണ്ടിൽ 2 വീഡിയോകൾ ഇവർ അപ്ലോഡ് ചെയ്തിരുന്നു. ആ 2 വീഡിയോയും പോലീസ് വീണ്ടെടുക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതൊക്കെ എഡിറ്റ് ചെയ്ത വീഡിയോകളാണ് ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒറിജിനൽ വീഡിയോ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതാണ് ഈ കേസിൽ നിർണായകമാവുക എന്നുള്ള കാര്യം പറയുന്നു. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഈ സംഭവത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നടന്നത് പയ്യന്നൂരിലാണ്. അതായത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്. ആ ബസ്സിൽ, അതായത് ഇവർ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചു. അത് വിശദമായി തന്നെ പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതായത് മനസ്സിലായല്ലോ, ആ ബസ്സിനകത്തുള്ള CCTV ദൃശ്യങ്ങൾ, അത് CCTV ദൃശ്യങ്ങൾ എടുത്തു എന്ന് കേൾക്കുന്നു. അതിനകത്ത് ഒന്നും വ്യക്തതയില്ല എന്ന് പറയുന്നു. അതുമല്ല, ഇവിടെ ആ പോലീസ് പയ്യന്നൂരോ അവിടെ എന്തോ ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു സംഭവം പറഞ്ഞു. അതായത് ഞാൻ ഇത് ഇറങ്ങിയതിനു ശേഷം ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എനിക്ക് അടുത്ത് അറിയാവുന്ന ഒരു സുഹൃത്തിന്റെ അടുത്ത് വിളിച്ച് ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞത് പച്ച കള്ളമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുമല്ല, ഈ ബസ്സിനകത്തുള്ള കണ്ടക്ടർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നതേ അവരൊന്നും പറഞ്ഞില്ല, നോർമലായിട്ട് എല്ലാ ദിവസവും പോകും പോലെ പോയി. എൻ്റെ അടുത്തൊരു പരാതി പോലും, അതായത് ഒരു മനുഷ്യരെടുത്ത് ഇവള് പരാതി പറഞ്ഞിട്ടില്ല. ഇവളെ കൂട്ടത്ത് മറ്റൊരു പെൺകുട്ടിയെ നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, അത് ആരാണ്? ഇവളെ കൂടെ വന്നതാണോ അതോ എനിക്കതിൽ ഡൗട്ട് ഉണ്ട് കേട്ടോ. ആ പെൺകുട്ടി ഇവിടെ കൂടെ വന്ന അതോ അവിടെയുള്ള ബസ്സിലെ ഒരു സഹയാത്രികയാണോ എന്നും എനിക്കറിയത്തില്ല. പക്ഷെ ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നതും ഫോണിൽ നോക്കുന്നത് കാണുമ്പോൾ ഇപ്പൊ ഇവളുടെ കൂട്ടത്ത് വന്നതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതല്ല, ആ ബസ്സിൽ വന്ന യാത്രികയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാലും, കാരണം അവളാണ് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചാലും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഈ പറയുന്ന ഗൾഫിലോട്ട് ഇവള് പിന്നെ സ്ഥലം വിട്ടു എന്ന് പറയുന്നത് വെറും ചുമ്മാതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും അങ്ങനെ പുറത്തു പോകാൻ അത്രയ്ക്ക് പെട്ടെന്ന് പിന്നീട് സ്ഥലം വിടാൻ അല്ലെങ്കിൽ നാട് വിടാനുള്ള ഒരു സമയമായിട്ടില്ല. എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഇവൾ ഈ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ അവിടെ സുഹൃത്തുക്കളുടെയോ ആരുടെയോ ബന്ധുക്കളുടെയോ ആരെയോ വീട്ടിലെ ഒളിവിലാണ് ഈ പറയുന്ന ഈ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.